കോതമംഗലത്തേക്ക് പോയാൽ കോതമംഗലത്തെ പോലീസിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. മാത്യു കുഴൽനാടനെയും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. പുലർച്ചെ 3 മണിയോടെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയെങ്കിലും ഇരുവർക്കും ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് തുറന്ന കോടതിയിൽ വാദം കേൾക്കും. അതേസമയം കോതമംഗലത്ത് കോൺഗ്രസിന്റെ ഉപവാസ സമരം തുടരുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ്. സുബിൻ, ഈ കട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട ആ സ്ത്രീയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നുണ്ട്. ഒപ്പം വലിയ പ്രതിഷേധം ആ പ്രദേശത്തുണ്ടാകുന്നുണ്ട്. ഇന്നലെ മൃതദേഹവുമായി പ്രതിഷേധിച്ച ആളുകൾക്കിടയിലേക്ക് പോലീസ് എത്തി. പോലീസ് മൃതദേഹം കസ്റ്റഡിയിലെടുക്കുന്ന കാഴ്ചയ്ക്കൊക്കെയാണ് ഇന്നലെ കോതമംഗലത്തൊക്കെ സാക്ഷ്യം വഹിക്കാനായി. ഇന്നെങ്ങനെയാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്? ഒപ്പം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിഷേധം മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രതിഷേധങ്ങളുടെയൊക്കെ ഒരു ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രധാനമായും ഇന്നലെ ഉണ്ടായ ഒരു പോലീസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. എന്തായാലും അസാധാരണമായ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ കോതമംഗലത്തുണ്ടായതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സമരപ്പന്തലിൽ ഉപവാസ സമരം നടത്തുകയായിരുന്ന മാത്യു കുഴൽനാടനെ വലിച്ചിഴച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. കൂടാതെ DCC പ്രസിഡന്റ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ ഒരു ചായക്കടയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ്. അത്തരത്തിൽ രാത്രി 11 മണിയോടുകൂടി ഈ ഒരു പ്രവർത്തകരെല്ലാം തന്നെ പിരിഞ്ഞു പോകുന്ന ഒരു സമയം നോക്കിയാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നീക്കമുണ്ടായത്. ഇന്നലെ മുതൽ ഈ ഒരു ഇന്ദിര നേര്യമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചപ്പോൾ മുതൽ പോലീസിന്റെ ഇടപെടൽ അത് പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. പ്രധാനമായും സമാധാനപരമായി സമരം നടത്തിയിരുന്ന ആളുകൾക്ക് നേരെ അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് പോലീസ് എത്തുകയും അസാധാരണ അമിത മൃതദേഹം ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വെക്കാനുണ്ട്. ഇതിന് വലിയ വിവാദങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കുമൊക്കെ പോകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കോതമംഗലത്ത് ഇപ്പോഴും ഈ ഒരു ഉപവാസ സമരം കോൺഗ്രസിന്റെ അനിശ്ചിതകാല ഉപവാസ സമരം തുടരുകയാണ്. മാത്യു കുഴൽനാടനും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി MLA-യുമാണ് ഇപ്പോൾ ഈ ഒരു ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും ഇന്നലെ 3 മണിയോടുകൂടി ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട മാത്യു കുഴൽനാടനും അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസിനും ഇടക്കാല ജാമ്യം കോടതി അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇന്ന് തുറന്ന കോടതിയിൽ വാദം കേൾക്കും എന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം എന്തായാലും ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് അത് കോതമംഗലത്തും അതുപോലെ തന്നെ ഈ നേര്യമംഗലത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കും ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഈ മരിച്ച ഇന്ത്യയുടെ വീട്ടിലും കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. പ്രധാനമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ ഈ ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളെയോ സമീപിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾ ആരാഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കൂ എന്നുള്ളൊരു നിലപാടിലേക്ക് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേര്യമംഗലത്തും സമാനമായ രീതിയിൽ വരും മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇടുക്കി ജില്ലയിൽ അത് പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. കോതമംഗലത്ത് നിലവിൽ ഈ ഒരു സത്യാഗ്രഹ സമരം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അസാധാരണമായ ഒരു നീക്കം അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനുശേഷം അത് പലപ്പോഴും പറയുന്നത് അത് ഈ ഒരു വിഷയങ്ങൾ, അതായത് നിലവിലുള്ള വിഷയങ്ങൾ അത് ഒളിച്ചു വയ്ക്കുക അല്ലെങ്കിൽ അത് മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിൽ ഈ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യവും അവർ കൃത്യമായി തന്നെ പറയുന്നു. ഇന്നലെ നടന്ന സംഭവങ്ങൾ ഏത് രീതിയിൽ എന്ന് അല്ലെങ്കിൽ എന്താണ് ഇന്നലെ നടന്നെന്നുള്ള കാര്യം നമുക്ക് മാത്യു കുഴൽനാടൻ MLA-യോട് തന്നെ ചോദിച്ചറിയാം. ഇന്നലെ എന്താണ് അസാധാരണമായ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? ഇന്നലെ എന്താണ് പ്രധാനമായി സംഭവിച്ചത്? ഇന്നലെ പോലീസ് മനഃപൂർവ്വമായ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. 1 2 3 വട്ടം ഈ സമരപ്പന്തലും അതിനോട് ചുറ്റുമായിട്ട് നിന്ന് പോലീസ് 3 വട്ടം പ്രകോപനം സൃഷ്ടിച്ചാണ് ഇന്നലെ അന്തരീക്ഷത്തിൽ വഷളാക്കിയത്. ഇതിനു വേണ്ടി പോലീസ് ചെയ്തു എന്നുള്ള അറിയില്ല. പക്ഷേ പോലീസ് മനഃപൂർവ്വം സൃഷ്ടിച്ച പ്രകോപനമാണ് ഇതിലെ കാര്യങ്ങൾ ഇത്രയും മോശമാക്കി. ഈ ഒരു ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് നിലവിൽ പോലീസ് കേസെടുത്തത്. അതിനുശേഷം കോടതി അത് മജിസ്ട്രേറ്റിന് മുന്നിലെത്തിയപ്പോൾ ജാമ്യം കിട്ടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അതെ, ഇന്നലെ 3 ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ്. അതായത് പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ PDPP ആക്റ്റും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ ബലമായി കൈയേറ്റം ചെയ്തു എന്നുള്ളതും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയത് അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ 323 ഒക്കെ ഇട്ടിട്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം കോടതിക്ക് ബുദ്ധിമായതുകൊണ്ടാവണമല്ലോ ഞങ്ങൾക്ക് ഈ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടും ഇടക്കാല ഉത്തരവ് തരാൻ കോടതി തയ്യാറായത്.
ശക്തമായ പ്രതിഷേധവുമായി തന്നെ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ഇതുപോലുള്ള അറസ്റ്റ് കൊണ്ടോ ഭീഷണി കൊണ്ടോ പോലീസിൻ്റെ ലാത്തി കൊണ്ടോ ഒന്നും ഞങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഉപവാസവും ഈ സമരവും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിയുള്ള പോരാട്ടവും അതിശക്തമായി തന്നെ മുമ്പോട്ട് പോകും. അത്തരത്തിലാണ് വലിയ രീതിയിൽ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ഇവർ സ്റ്റേഷനുമായൊക്കെ ബന്ധപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴൊന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഇവർ പ്രതികളാണ് എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചു പോലും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ ഒരു പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി സംസ്ഥാനത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഈ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയും എന്തായാലും കോൺഗ്രസ് നൽകുന്നുണ്ട്. ഇന്ത്യയുടെ സംസ്കാര ശുശ്രൂഷ അല്ലെങ്കിൽ സംസ്കാരം അത് ഇന്ന് 10 മണിയോടുകൂടി വീട്ടുവളപ്പിൽ നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആ സമയത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. ഇനി ഇന്ത്യക്ക് നഷ്ടപരിഹാര തുക ഇന്നലെ രാത്രി തന്നെ കൈമാറി എന്ന ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. 10 ലക്ഷം രൂപയോളം ഇന്നലെ കൈമാറി. ഇന്ദിരയുടെ ഭർത്താവിൻ്റെ കൈവശം അതിന് ചെക്ക് നൽകി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോൾ എന്തൊക്കെയാണ് പിന്നീട് ഇനിയിപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? ഈ മനുഷ്യവാസ മേഖലയിൽ വന്യജീവികൾ ഇറങ്ങുന്നതിന് ശാശ്വത പരിഹാരമെന്ന ആവശ്യം ഉന്നയിച്ചാണോ കോൺഗ്രസിൻ്റെ ഈ ഒരു പ്രതിഷേധം? തീർച്ചയായും അത്തരം തന്നെയാണ്. അതായത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഈ ഒരു ഇടുക്കിയുടെ മലയോര മേഖല അല്ലെങ്കിൽ സാഹചര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്നാറിൽ സമാനമായ രീതിയിൽ കാട്ടാനാക്രമണത്തിൽ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള മണി എന്ന സുരേഷ് കുമാർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതിനുശേഷം ദിവസങ്ങൾ മാത്രം പിന്നിട്ട് കഴിയുമ്പോൾ നേര്യമംഗലത്ത് ഇത്തരത്തിൽ ഇന്ദിര എന്ന 70 വയസ്സുകാരിയും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനോടകം തന്നെ കോതമംഗലത്ത് വന്യജീവി ആക്രമണത്തിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മരണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ജനവാസ മേഖലയിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഇറങ്ങുന്നതിൽ ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നാരോപിച്ചാണ് കോൺഗ്രസിൻ്റെ സമരം. ഇന്നലെ തന്നെ ഇന്ദിരയ്ക്ക് നഷ്ടപരിഹാര തുക കൈമാറി എന്ന ന്യായീകരണമാണ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ നിരത്തുന്നത്. സുബിനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.